ലോകത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് ഹൃദയതാളത്തിലേക്ക് സ്വാഗതം. സാറ് നമ്മൾ മാതാവിൻ്റെ സുഹൃത സരണിയിലൂടെയുള്ളൊരു സഞ്ചാരത്തിലാണ്. നമ്മളിപ്പോൾ 6 കുറിച്ച് ധ്യാനിച്ചായിരുന്നു. മൗനം, അഗാധമായ എളിമ, അനുസ്യൂതമായ വിശ്വാസം, നിരന്തരമായ ഇന്ദ്രിയ നിഗ്രഹം, തീക്ഷ്ണമായ സ്നേഹം, തീവ്രമായ പ്രാർത്ഥന. ഇനി അടുത്തത് ഉറച്ച ശരണമാണ്. ഉറച്ച ശരണം. ഇനി നമുക്ക് വർത്തമാനം പറയേണ്ടത് ഉറച്ച ശരണത്തെക്കുറിച്ചാണ്. എന്താണ് സാറേ ഉറച്ച ശരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരണം എന്ന് വെച്ചാൽ ആശ്രയിക്കൽ, ആശ്രയമാണ്. പൂർണ്ണ ആശ്രയമാണ് ശരണം. വെറും ഡിപ്പെൻഡൻസി അല്ല, അബ്സൊല്യൂട്ട് ഡിപ്പെൻഡൻസിയാണ് ശരണം എന്ന് പറയുന്നത്. 99-ാം സങ്കീർത്തനത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു, നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. ഞാൻ ഈ 91-ാം സങ്കീർത്തനം സ്വന്തമായി ചെല്ലുന്നതാണ്, ഫസ്റ്റ് പേഴ്സൺ ചെല്ലും. ഞാൻ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ ഞാൻ വാസം ഉറപ്പിച്ചു, എനിക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. ഇത് കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ശരണത്തോടു കൂടിയ പ്രാർത്ഥന മാതാവ് എന്നെ കാണിച്ചു തരുന്നത്, നമ്മളെല്ലാവരും കാണിച്ചു തരുന്നത്. മാതാവ് എന്ത് വന്നാലും കുലുങ്ങിയില്ല, എന്ത് വന്നിട്ടും കുലുങ്ങിയില്ല, എന്ത് വന്നാലും കുലുങ്ങുകയില്ല എന്നും അറിയാമായിരുന്നു. ഒരു ശരണം തന്നെയാണ്. അപ്പോൾ ഈ ശരണം എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമല്ല, ജീവിതത്തിലുള്ളതാണത്. ജീവിതത്തിൻ്റെ ബോധ്യമായിട്ട് ആഴത്തിൽ പതിയുന്ന പാറ പോലെയുള്ള വിശ്വാസത്തിൻ്റെയും തീവ്രമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെയും ഭാഗമായിട്ട് നമ്മെ തന്നെ ശക്തിപ്പെടുത്തി ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കുന്നതിൻ്റെ ഒരു ബോധ്യം മനസ്സിൽ നിറയുന്നതാണ് ഉറച്ച ശരണം എന്ന് പറയുന്നത്. മാതാവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ മാതാവിന് ഗബ്രിയേൽ ദൂതൻ കന്യക ഗർഭം ധരിക്കുന്നു പറഞ്ഞു. മാതാവ് ചോദിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി. അത് കഴിഞ്ഞ് ഈ ശിശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ കൊണ്ടുപോയപ്പോൾ ഒരു വാള് ഹൃദയത്തിലൂടെ കിടക്കുന്നു പറഞ്ഞു. എല്ലാം മാതാവിന് എല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് സംഭവിക്കാൻ പോകുന്നതല്ല, നേരിടേണ്ടി വരുന്നതല്ല. ദൈവത്തെ സ്വന്തമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വരുന്നതെല്ലാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പാതയിൽ പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് നേരിടേണ്ടതല്ല. കാരണം ദൈവത്തിൽ നിന്നും അകറ്റാനായിട്ട് നിരന്തരം പരിശ്രമിക്കുന്ന ഒരു സാത്താനം, ദൈവത്തിലായിരിക്കുന്നവനെ എങ്ങനെയെങ്കിലും അലട്ടാൻ പ്രലോഭിപ്പിക്കുന്ന ഒരു സാത്താനമൊക്കെ ഈ ലോകത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പൊ ശരണം എന്നുള്ളതാണ്, ദൈവത്തിൽ ശരണപ്പെടുക എന്നുള്ളതാണ് പിശാചിന് ഏറ്റവും സങ്കടകരവും ഏറ്റവും വിഷമമുള്ള കാര്യം. ആ ശരണത്തെ പിശാചി എപ്പോഴും ഇളക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും, തകർക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ മാതാവിനെ പോലെ പാറ പോലെ കുലുങ്ങാത്ത ഒരു വിശ്വാസം, അടിയുറച്ച ഒരു ബോധ്യം, തീവ്രമായിട്ടുള്ള ഒരു പ്രാർത്ഥന, ആഴങ്ങളിലുള്ള ആ ഒരു ദൈവത്തോടുള്ള ബന്ധം പുലർത്തുന്നതിൻ്റെ ആ ഉറപ്പ്, എന്തു വന്നാലും ദൈവം എന്നെ കൈവിടില്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഞാൻ ഈ ശരണത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും നിറയ്ക്കാൻ ശ്രമിക്കുന്ന 3 വാഗ്ദാനങ്ങളാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു ഗോഡ്. മാതാവിന് ആദ്യം ദൈവദൂതൻ പറഞ്ഞു കൊടുത്തതായിരുന്നു, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പം ശരണത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ അടിസ്ഥാന ശിലയിട്ടത് എവിടെയാണ്? ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. മാതാവിന് പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ദൈവത്തിന് എല്ലാം സാധ്യവുമാണ്. ഈശോയുടെ ശിഷ്യന്മാർ ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ ആർക്കാ ഒരു ശിഷ്യനായിരിക്കാൻ പറ്റുക? ഈശോയുടെ ഒറ്റ മറുപടി ഉണ്ടായിരുന്നുള്ളൂ, മനുഷ്യന് അസാധ്യമാണ്, ദൈവത്തിന് സാധ്യമാണ്.
കാരണം ദൈവത്തിൽ ശരണപ്പെടുന്ന വ്യക്തിക്ക് മാനുഷികമായ അസാധ്യമായിട്ടുള്ളത് ദൈവം സാധ്യമാക്കി കൊടുക്കും. ഇതാണ് ആ ശരണത്തിൻ്റെ അർത്ഥം. മനുഷ്യനിൽ മാത്രം ആശ്രയിച്ച് മാനുഷികമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അസാധ്യം തന്നെയാണ്. പക്ഷെ മനുഷ്യൻ ദൈവത്തിൽ ശരണപ്പെടുമ്പോൾ, ദൈവത്തിൽ ശരണപ്പെടുന്ന മനുഷ്യന് മാനുഷികമായിട്ടുള്ള അസാധ്യതകളെ ദൈവം സാധ്യമാക്കി തീർക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ മറുപടി. പിന്നെ മുന്തിരിച്ചെടിയെ കുറിച്ച് പറയുന്ന ആ ഉപമയുടെ ഭാഗത്തിന് തൊട്ട് മുമ്പായിട്ട് യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. യോഹന്നാൻ ശ്ലീഹായുടെ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ആ ദൈവവുമായിട്ട് ആഴബന്ധം പുലർത്തുന്ന സ്നേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ പിതാവുമായിട്ടുള്ള പ്രാർത്ഥനയോട് ഉറക്കെ പ്രാർത്ഥിക്കുന്ന യേശുവിനെ അവതരിപ്പിച്ചുകൊണ്ട് പറയുന്ന ഭാഗത്തിന് തൊട്ട് മുമ്പായിട്ട് യേശു നമ്മോട് പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അപ്പോൾ എന്നെ കൈവിടാത്ത ഒരു ദൈവം, എന്നെ കൈവെടിയാത്ത ഒരു ദൈവം, ആ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ആ ദൈവത്തിന് സർവ്വവും സാധ്യമാണ്. ഇത് ശരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. ഇപ്രകാരം ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ശരണപ്പെട്ടിട്ട് ആര് ഭക്തനാശനായിട്ടുണ്ട് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ബോണിയും ഞാനും ഒക്കെ ഈ സമൂഹത്തിൽ കാണുന്നതാണ്. ദൈവത്തിൽ ശരണപ്പെട്ടിട്ട് ആരാണ് നിരാശനായിട്ടുള്ളത്? എനിക്ക് അങ്ങനെ ഒരാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ദൈവത്തിൽ ശരണപ്പെടുക എന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങളുള്ള ഉറപ്പാണത്. 1, ദൈവത്തിനൊന്നും അസാധ്യമല്ല. 2, ദൈവത്തിന് മാനുഷികമായ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. 3, ദൈവം എന്നെ കൈവെടിയില്ല. ഇപ്രകാരം ദൈവത്തിൽ ആശ്രയിച്ചിട്ട്, ഇപ്രകാരം ദൈവത്തിൽ ശരണപ്പെട്ടിട്ട് ഭക്തനാശനായിട്ടുള്ള ആരാളും ആരുമില്ല. ഇത് എവിടെയെങ്കിലും ഒരു പാളിച്ച വരുമ്പോഴാണ് നമുക്ക് നിരാശ വരുന്നത്, നമുക്ക് നമ്മുടെ പിള്ളേരുടെ ഭാഷ വരുന്ന ഫ്രസ്ട്രേഷൻ വരുന്നത്, നമുക്ക് ഇടർച്ച വരുന്നതല്ല. അതുപോലെ തന്നെ സങ്കീർത്തനത്തിൽ പറയുന്ന മനോഹരമായ 37 എൻ്റെ ഓർമ്മ, നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടെ നിന്ന് നോക്കിക്കോളും, അവിടെ നിന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പം എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരാളുള്ളപ്പോൾ ഞാൻ പിന്നെ എന്തിനാ? ഇതാണ് ശരണം. ഞാൻ ബോണിയിൽ ശരണം വെച്ചാൽ പിന്നെ ബോണിയുടെ ഉത്തരവാദിത്തമാണത്. അതെ, ഐ ഹാവ് എൻട്രസ്റ്റഡ്, ഇറ്റ്സ് എ ട്രസ്റ്റ്. എൻ്റെ ട്രസ്റ്റ് ഞാൻ ബോണിയിൽ ഏൽപ്പിക്കണം. അപ്പോൾ ബോണിയുടെ ഉത്തരവാദിത്തമാണ് എന്നെ ആ ട്രസ്റ്റ്, അല്ലെങ്കിൽ വിശ്വാസം തന്നെയാവും. ദൈവം വിശ്വാസത്തെ വഞ്ചിക്കാത്തവനാണ്. ഞാൻ ശരണം വെച്ചാൽ, ഞാൻ ശരണം വയ്ക്കുന്ന ആ ദൈവം ഈ ശരണം വെച്ച ഈ മകനെ കൈവിടില്ല, കൈവെടിയുകയുമില്ല. അപ്പം ജീവിതം കർത്താവിന് പരമേൽപ്പിക്കണം, കർത്താവിൽ വിശ്വാസം അർപ്പിക്കണം. അതാണ് ശരണപ്പെടൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ദൈവത്തിലുള്ള ശരണപ്പെടലാണ് സമാധാനത്തോടും സ്വസ്ഥതയോടും ജീവിക്കാനുള്ള ഏക മാർഗം. കാരണം എന്താ? എന്തു വന്നാലും എൻ്റെ ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. 1, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തും എൻ്റെ നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. 2, അല്പകാലത്തേക്ക് കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാലും പത്രോസ്ലീഹ പറയുന്നു, നിനക്ക് നീണ്ടു നിൽക്കുന്ന സൗഭാഗ്യങ്ങൾ തരുന്നവനാണ് ദൈവം. ആ സൗഭാഗ്യം എന്ന് പറയുന്നത് ഈ ലോകത്തെ സൗഭാഗ്യത്തെ മാത്രമല്ല, നിത്യതയെ നോക്കി നാന കർത്താവ്. അപ്പം നിത്യത നമുക്ക് തരുന്ന ഒരു ദൈവം നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവേണ്ട കാര്യമില്ല. എപ്പോഴാണ് മനസ്സ് അസ്വസ്ഥമാവുന്നത്? ഞാൻ പിടിവിടുമ്പോഴാണ്. ഞാൻ ഒരു താഴേക്ക് പോകുന്നൊരു വ്യക്തി ഒരു വള്ളിയിൽ പിടിച്ചിട്ടുള്ളപ്പോൾ എനിക്കും അസ്വസ്ഥത ഉണ്ടോ? ഇല്ല, എനിക്കൊരു പിടിയുണ്ട്, ഒരു പിടിയുണ്ട്. ചില പിടിപാടുള്ള മനുഷ്യർ അല്ലെ, ചിലരെ കുറിച്ച് പറയല്ലേ, പേടിക്കാണെന്നല്ല, പുള്ളിക്ക് വലിയ പിടിപാടുള്ള ആളാണ്. അപ്പോൾ പിടിപാടുള്ളവർക്ക് അസ്വസ്ഥത ഇല്ല എന്നാണല്ലോ. ദൈവത്തോട് പിടിപാട് ഉള്ള ഒരു വ്യക്തിക്ക് അതാണ് ശരണം. ദൈവത്തിൻ്റെ പിടിപാട്, ദൈവത്തോടുള്ള പിടിപാടാണ് ആ ശരണം. അപ്രകാരം ശരണം വയ്ക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ടിരിക്കാൻ പറ്റും. കാരണം ആ ദൈവം എന്നെ അറിയുന്നു, എന്നെ കാണുന്നു, എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള തക്ക സമയത്ത് അവിടെ നൽകും. അവിടുത്തെ സന്നിധിയിൽ ഞാൻ താഴ്മയോടെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ തക്ക സമയം തീരുമാനിക്കേണ്ടത് ഞാനല്ല. ദൈവത്തിൽ ഉറച്ച് ശരണപ്പെടുന്ന ഒരു വ്യക്തി ആ സമയം ദൈവത്തിന് വിട്ടുകൊടുക്കും. ഞാൻ ആഗ്രഹിക്കുന്നതും പ്രയത്നിക്കുന്നതുമല്ല എൻ്റെ സമയം. പക്ഷേ ആ ആഗ്രഹത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമണിയിക്കുന്ന തമ്പുരാൻ ആ നല്ല സമയത്ത്, എനിക്ക് ആവശ്യമായ സമയത്ത് അതിനെ ഫലമണിയിക്കും. ഈ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ വളരെ മെച്ചോർഡായിട്ട് നിൽക്കാൻ കഴിയുന്ന ഈ ഒരു ശരണപ്പെടൽ ഉണ്ടാകുമ്പോഴാണല്ലോ. അതാണല്ലോ മാതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് സാറ് പറഞ്ഞത്. പക്ഷെ ചിലർ പറയാറുണ്ട് ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ ഒരു സാഹചര്യം വരുമ്പോൾ
ഞങ്ങൾ പ്രതികരിച്ചു പോകും, അല്ലെങ്കിൽ തളർന്നു പോകും. തളർന്നു പോകും. അതെന്തുകൊണ്ടാണ്? മാനുഷികമായിട്ട് അസാധ്യമാണ്, ദൈവത്തിന് സാധ്യമാകും. ദൈവത്തിൽ ശരണം വെക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പറയാൻ മാത്രമല്ല എളുപ്പം, ജീവിക്കാനും എളുപ്പമാണ്. ഒരു സംശയം വേണം. കാരണം എവിടെയാണ് നീ ശരണം വെച്ചിരിക്കുന്നത്? ദൈവത്തിലാണെന്നുണ്ടെങ്കിൽ ആ ദൈവം നിന്നെ കൈവിടില്ല. ബാക്കി എല്ലാവരും ആര് മറന്നാലും, നിനക്ക് ജന്മം തന്ന നിന്റെ അമ്മ നിന്നെ മറന്നാലും നിന്റെ അപ്പനായ ഞാൻ നിന്നെ, നിന്റെ സിട്ടാവായ ഞാൻ നിന്നെ മറക്കില്ല എന്നാണ്. അപ്പോൾ ആ മറവി നിന്റെ അടയാളം, എന്നോടുള്ള സ്നേഹത്തിൻ്റെ അടയാളം, എൻ്റെ കരുതലിൻ്റെ അടയാളം. അതുകൊണ്ട് ഈശോയെ കുറിച്ച് ഓർക്കാനുള്ള ദൈവം എൻ്റെ കാവലാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൂട്ടാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ കാവലാണ്. അപ്പം അങ്ങനെ ഒരു ദൈവം എനിക്ക് ഉള്ളപ്പോൾ എന്തിനാ പഠിക്കുന്നത്? സങ്കീർത്തനത്തിൽ എന്താ പറയുന്നത്? അവിടുത്തെ വിശ്വസ്തത എനിക്ക് കവചവും പരിചയമാണ്. അപ്പം കവചവും പരിചയമായിട്ടൊരു ദൈവത്തിൽ ശരണം വെച്ച് കഴിഞ്ഞാൽ ഒരനർത്ഥവും പിന്നെ എന്നെ ബാധിക്കില്ല. കാരണം ഈ കവചവും ആ പരിചയം എല്ലാം തടുത്തുകൊള്ളും, എല്ലാം തകർത്തുകൊള്ളും. ഈ ശരണപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സുഹൃതമാണോ, അതോ ദൈവം നമുക്ക് നൽകുന്നതാണോ? ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നാം അധ്വാനിച്ച് നേടിയെടുക്കുന്നതാണ്. ദൈവത്തിൻ്റെ കരുണ ഉണ്ടാവണം, ദൈവത്തിന് കനിവാണ്. ദൈവം കനിയവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. എന്നിട്ട് ദൈവത്തിൻ്റെ കരുണയിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പ്രയത്നിച്ച് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നതിൻ്റെ അടയാളമായിട്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ശരണത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട്, ശരണത്തിൻ്റെ ദൈവമെങ്കിൽ ഞാൻ ശരണപ്പെടുന്ന ഏറ്റുപറഞ്ഞുകൊണ്ട് ശരണത്തെ ഊട്ടി ഉറപ്പിക്കലാണ്. അതുകൊണ്ടാണ് മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ജപമാലയുടെ അവസാനിക്കുന്ന സമയത്ത് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ. എന്താ ഈശോ മിശിഹായുടെ വാഗ്ദാനം? പരിശുദ്ധാത്മാവ്. ഒന്ന് പരിശുദ്ധാത്മാവ്, പിന്നെ നിന്റെ ജീവിതം കർത്താവിന് വരവേൽപ്പിച്ചുള്ള കർത്താവ് നിന്നെ നോക്കിക്കോളും. ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ താഴ്മയോട് നിൽക്കുക, അവിടെ നിന്ന് ഉയർത്തിക്കൊള്ളും. ഞാൻ നിനക്ക് കവചവും പരിചയമാണ്, നീ എന്നിൽ ആശ്രയിക്കുക, നിന്റെ ജീവിതം എനിക്ക് പരമേൽപ്പിക്കുക, ഞാൻ നോക്കിക്കോളാം. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നീ ഭയപ്പെടേണ്ട, നീ സമാധാനത്തിലിരിക്കുക. ഇതെല്ലാം ദൈവം നമുക്ക് നിരന്തരമായ വാഗ്ദാനങ്ങൾ, എന്തുമാത്രം വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്. ഭയപ്പെടേണ്ട, സമാധാനം, ഇത് പറഞ്ഞെല്ലാം. ഈ ഒരു ശരണപ്പെടൽ ഉണ്ടെങ്കിൽ ജീവിത വ്യഗ്രത എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല, ഒട്ടും ഉണ്ടാവില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞതല്ലേ, ഈ ശരണത്തിൻ്റെ ഏക അടയാളം എന്താ? ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം, ബാക്കിയുള്ളതെല്ലാം അതിനുശേഷം അതോടുകൂടി ബാക്കി എല്ലാം കൂട്ടിച്ചേർത്തോളൂ. നമ്മളെന്താ ചെയ്യണത്? ആദ്യം എൻ്റെ രാജ്യവും എൻ്റെ നീതിയും ഞാൻ അന്വേഷിക്കും, എന്നിട്ട് അതിനോട് കൂട്ടിച്ചേർക്കാൻ ദൈവത്തെ കൂട്ടുവിളിക്കും. അത് പ്രാർത്ഥനയല്ല, ശരണത്തിൻ്റെ അടയാളമല്ല. ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിച്ചതിന് ശേഷം അതിനോട് കൂട്ടിച്ചേർത്ത എൻ്റെ ജീവിതത്തെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ പരിശ്രമത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ചൊരിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശരണപ്പെടലാണ്. ദൈവം ഉറച്ച ശരണം എന്നുള്ള മാതൃ സുഹൃത്തത്തിലൂടെ നമ്മെ കാണിച്ചു തരുന്നത്, ദൈവത്തിൽ ശരണപ്പെട്ട ഒരു അമ്മയ്ക്ക് ദൈവം എപ്രകാരം കൂട്ടായിരുന്നു, കരുതലായിരുന്നു, കാവലായിരുന്നു, കോട്ടയായിരുന്നു എന്നൊക്കെയുള്ളൊരു ഉറച്ച ശരണത്തിൻ്റെ പകർന്നങ്ങളാണ്. അപ്പം അതുകൊണ്ട് ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കണം. അത് ശരണത്തിൻ്റെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ, ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കുന്നവൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതിഫലനങ്ങളുടെ കൂടിയാണ്. സാറേ, സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന എന്ന നിലയിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ ഈ ഒരു ശരണപ്പെടൽ എന്തുമാത്രം സഹായിച്ചിട്ടുണ്ട്? എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന സമയത്ത് മാത്രമല്ല, ഔദ്യോഗിക ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും എന്തുമാത്രം പ്രതികൂല സാഹചര്യങ്ങളിൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പിതാണ്. ഞാൻ ഒരിക്കൽ സത്യദൈവത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, യു പ്ലീഡ് ഫോർ ജീസസ് ആൻഡ് ജീസസ് വിൽ പ്ലീഡ് ഫോർ യു. നീ ദൈവത്തിന് വേണ്ടി, നീ യേശുവിന് വേണ്ടി വാദിച്ചോളൂ, യേശു നിനക്ക് വേണ്ടി വാദിച്ചോളൂ. അപ്പോൾ നീ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടും ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ടും നീ സത്യസന്ധമായി നീതിപൂർവം നിന്റെ ഉത്തരവാദിത്തങ്ങൾ നീ നിർവഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നീ ദൈവത്തിലാണ് ശരണം വെച്ചിരിക്കുന്നത്. അത്യുന്നതിൽ നീ വാസം ഉറപ്പിച്ചു, നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല. അപ്പം ഞാൻ ഉറപ്പിച്ചിരിക്കുന്ന വാസം അവിടെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ സംഘർഷങ്ങളെ മറികടക്കാനായിട്ട് ഈ 91 സങ്കീർത്തനവും 34 ദൈവത്തിൻ്റെ സംരക്ഷണവും കർത്താവിൻ്റെ സംരക്ഷണവും ധാരാളം പ്രാവശ്യം ഞാൻ ചെല്ലാറുണ്ട്.
മാതാവിൻ്റെ സ്തോത്രഗീതം ദിവസം ചൊല്ലുന്ന പ്രാർത്ഥനപ്പെട്ട ഭാഗമാണത്. ശക്തനായവൻ എനിക്ക് തന്ന വലിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മയും വിശക്കുന്നവനെ വിശിഷ്ടപൂർവ്വം കൊണ്ട് സംതൃപ്തനാക്കുന്നതും താഴ്മയോടെ നിൽക്കുക, താഴ്മയാണ് ദൈവം കടാക്ഷിക്കുന്നത് എന്നുള്ളതെല്ലാം ഈ ശരണത്തിൻ്റെ ഭാഗമായിട്ട് മാതാവിൻ്റെ സ്തോത്രഗീതം എന്നുള്ള ദൈവത്തിൻ്റെ ശരണത്തിൻ്റെ ഒരു വലിയൊരു സ്തുതിഗീതമാണ്. ദൈവത്തിൽ ശരണപ്പെടുന്നതിൻ്റെ അത് പ്രാർത്ഥനയുടെ സ്നേഹത്തിൻ്റെ എല്ലാം ഒരു സ്തുതിഗീതമാണത്. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ടെൻഷൻസ് ഉണ്ടായിട്ടുണ്ടോ സാറിന്? മാനസികമായിട്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയാവില്ല. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കും, മനസ്സിങ്ങനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. മനസ്സ് ഒരു സമ്മതിക്കാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവിടെയെല്ലാം സ്വസ്ഥത എന്നുള്ളത് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. അതിൻ്റെ ഒരു അവസാനം സ്വസ്ഥതയിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാ സമയത്തും. തീർച്ചയായിട്ടും. കാരണം എവിടെ പൂർണ്ണമായിട്ടും ദൈവത്തിലേക്ക് തിരിയാനും ദൈവത്തിന് വിട്ടുകൊടുക്കാനും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം ഇത് നോക്കിക്കൊള്ളും എന്ന് ഉറപ്പോടുകൂടി ദൈവത്തിന് വിട്ടുകൊടുത്തു കഴിയുമ്പോഴത്തേക്കും മനസ്വസ്ഥമായി. ദൈവത്തിന് വിട്ടുകൊടുക്കാതെ ഞാൻ തന്നെ ഒന്ന് നോക്കട്ടെ, ഇതിനൊരു പരിഹാരം ഞാൻ തന്നെ കാണും, ദൈവം അനുഗ്രഹിക്കും, പക്ഷെ ഞാനൊന്ന് പരിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു 50-50 നിൽക്കുമ്പോഴാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത്. ഈ 50യുടെ പരിധി വിട്ടിട്ട് 50 ദൂരെ കളന്നിട്ട് 100% ലീഡ് ടു ഹിം, ഹി വിൽ സോൾവ് ഇറ്റ്. അത് ഞാൻ അനുഭവിച്ചിട്ടുള്ള വലിയൊരു സ്വസ്ഥതയാണ്. ഈ ടെൻഷൻ്റെ സമയത്ത് പ്രാർത്ഥിക്കാൻ തോന്നിയിട്ടുണ്ടോ? പ്രാർത്ഥിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഈ ടെൻഷൻ വരുമ്പോൾ ടെൻഷൻ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല. ടെൻഷൻ മാറാൻ വേണ്ടി സ്വാഭാവികമായിട്ട് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കും. അതൊരു മാനുഷികമായിട്ടുള്ള ഒരു പ്രകടനം മാത്രം. അതിനകത്ത് പിന്നെ തെറ്റൊന്നുമില്ല അതിനകത്ത്. കാരണം നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോഴാണ് ആശ്രയത്വം കൂടുക. മനുഷ്യ സ്വഭാവമാണത്. ആവശ്യങ്ങൾ കുറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ആശ്രയത്വത്തിനെ കുറിച്ചുള്ള ചിന്തകൾ കുറച്ച് കുറയും. അതുകൊണ്ടാണ് നമ്മുടെ സുഭാഷിതങ്ങളാണ് ദൈവം നിന്നെ മറക്കുവോളം പിന്നെ സമ്പത്തോ നിന്നെ ശപിക്കുവോളം ദാരിദ്ര്യമോ എനിക്ക് നൽകരുത് എന്നുള്ളൊരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഇത് ഈ മനുഷ്യൻ്റെ ബലഹീനതകൾ അറിയാവുന്ന ഒരു ദൈവമാണ് ആ പ്രാർത്ഥന നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളൊരു നിരന്തരമായ പ്രക്രിയ ആവണം. നമ്മുടെ ആവശ്യങ്ങളിൽ ആശ്രയിക്കുന്ന ഒരു അഭയകേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ഭൗതിക ആവശ്യങ്ങളിലേക്ക് തിരിയേണ്ട ഒരു ശക്തി കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് മാത്രം ഒരു അനുഗ്രഹങ്ങളുടെ സ്രോതസ്സായിട്ട് മാത്രം ദൈവത്തെ കാണുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഞാൻ പോകും. ഇപ്പോൾ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. എന്നോട് പിന്നെ ഞാൻ ഇപ്പോഴും മറക്കാത്തൊരു അനുഭവമാണ്. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് പിന്നെ ഞാൻ ഈ കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായിരിക്കുന്ന സമയത്ത് ആരാധനപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, എൻ്റെ ഒരു ജോസഫ് ഇനി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചതായിട്ടൊരു ഓർമ്മ. വിവാഹം കഴിഞ്ഞ് മക്കളുമായി, കൊച്ചുമക്കളുമായി, ജോലിയുമായി, ജഡ്ജിയായി, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ ഇനി ഇങ്ങനെ ഇത്രയും പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ ചോദിച്ചത് നമ്മളെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ കിട്ടേണ്ട കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അതുകൊണ്ടാണ് ഈശോ നമ്മൾ പറഞ്ഞെന്തായിരുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്നാണ്. നമ്മുടെ പ്രാർത്ഥന യാചന മാത്രമാണ്. അപ്പം ആദ്യം പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ശരണപ്പെടുന്ന ആ യേശുവിനെ കുറിച്ച് ദൈവത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം. കാരണം ഇത് എൻ്റെ ദൈവം, സർവശക്തനായ ദൈവം, ആ സർവശക്തിയുമുള്ള ആ ദൈവത്തിലാണ് എൻ്റെ ആശ്രയമെന്നും ആ ദൈവത്തോടാണ്, ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്നും ആ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നും ആ ദൈവത്തിന് സർവ്വം സാധ്യമാണെന്നും ആ ദൈവം എന്നെ കൈവിടില്ല എന്നുള്ള ഒരു ശരണം ഏറ്റു പറഞ്ഞുകൊണ്ട് ആ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് നന്ദിപൂർവ്വം നമ്മൾ എന്നിട്ട് യാചിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ വിവേചിച്ചറിയാൻ തമ്പുരാന് പോലും സാധിക്കുക. യാതന മാത്രമാകുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ന്യായാധിപനെ പോലെ ദൈവത്തെ ഭയപ്പെടുക, മനുഷ്യനെ മാനിക്കാത്ത ന്യായാധിപൻ കേട്ടിരുന്ന അവസാനം ശല്യം ഒഴിയാൻ വേണ്ടി ചെയ്തു കൊടുക്കുന്ന പോലെയുള്ളൊരു ഇതാണ്. അതല്ല ദൈവത്തിൻ്റെ. ദൈവം എപ്പോഴും നമ്മുടെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ്, സ്നേഹിക്കുന്നതിൻ്റെ അടയാളം മാത്രമായിട്ടാണ് ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണിത്തീർക്കാൻ സാധിക്കും. ഒരു അനുഗ്രഹം തരാത്ത ഒരു മകനെയോ ഒരു മകളെയോ ജീവിതത്തിൽ നിന്ന് ആരും കണ്ടു കാണത്തില്ല. ഇല്ല സാറേ, ഈ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പ്രാർത്ഥനയും യാചനയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊന്ന് കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കാവോ സാറേ? നമ്മൾ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിലാണ് ഞാൻ ഈ പറഞ്ഞ 24-ാമത്തെ വചനമാണ് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പ്രാർത്ഥന നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വ്യക്തിപരമായി ചെല്ലുന്ന പ്രാർത്ഥനയുണ്ട്, കുടുംബമായി ചെല്ലുന്ന പ്രാർത്ഥനയുണ്ട്, സമൂഹത്തിൽ ചെല്ലുന്ന പ്രാർത്ഥനയുണ്ട്, അങ്ങനെ പലതരം പ്രാർത്ഥന. എല്ലാ പ്രാർത്ഥനകളും ആവശ്യമാണ്. ഒരു പ്രാർത്ഥനയും അപ്രസക്തമല്ല, എല്ലാം പ്രസക്തമാണ്. ഞാനൊരു സമൂഹത്തിലായിരിക്കുമ്പോൾ
ആ സമൂഹത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തക്കവണ്ണം എൻ്റെ സ്വരമുയർത്തി മനമുയർത്തി ഞാൻ പ്രാർത്ഥിക്കണം. കാരണം സമൂഹത്തിൽ 2-3 ആളുകൾ ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നോടത്ത് ദൈവം അവിടെ സന്നിഹിതനായി പ്രസാദിക്കുന്ന പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ മൗനിയായിട്ട് ഇരുന്നാലോ ദൈവത്തിന് വേദന ഉണ്ടാവും, ഈശോയ്ക്ക് തീർച്ചയായിട്ടും വേദന ഉണ്ടാവും. ഈ ചില ആൾക്കാർ പറയാണ്ട് ഒത്തിരി സ്വരത്തിൽ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ദൈവത്തിന് ചെവി കേൾക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഇങ്ങനെ തമാശ രൂപത്തിലാണെങ്കിലും ചോദിക്കാറുണ്ട്. അപ്പോൾ സ്വരം ഉയർത്തി പ്രാർത്ഥിക്കേണ്ടടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കണം അല്ലേ? സ്വരം ഉയർത്തി പ്രാർത്ഥിക്കേണ്ട അവസരങ്ങളുണ്ട്, സ്വരം താത്തി പ്രാർത്ഥിക്കേണ്ട ആവശ്യങ്ങളുണ്ട്, സ്വരമില്ലാത്ത പ്രാർത്ഥിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. സ്വരം ഉയർത്തി പ്രാർത്ഥിക്കേണ്ട സമയത്ത് സ്വരം ഉയർത്തി തന്നെ പ്രാർത്ഥിക്കണം. നമ്മൾ കുർബാന മധ്യേ ശബ്ദം ഉയർത്തി പാടിയിടുന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നീ പരിശുദ്ധൻ അറിയോ, ശബ്ദം ഉയർത്തി പാടിയിടും. ശബ്ദം ഉയർത്താനാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സമൂഹത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ, സർവേശാ നീ പരിശുദ്ധൻ, ബലവാനൻ നീ പരിശുദ്ധൻ, നിത്യൻ അമർത്യൻ പരിശുദ്ധനുള്ള ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന, അത് നമുക്ക് ആവുന്ന ശബ്ദത്തിലും ആവുന്ന രീതിയിലും പ്രാർത്ഥിക്കേണ്ടതാണ്. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു തൊട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയുടെ ഭാഗമുണ്ട്. നീ കർത്താവിനായി വാ തുറന്നാൽ കർത്താവ് നിനക്കായി വാതിൽ തുറക്കും. നീ കർത്താവിനായി വാ തുറക്കണം. നിന്റെ വാ തുറന്ന് അതരം തുറന്ന് ദൈവത്തെ സ്തുതിച്ച് ഉറക്കെ പ്രാർത്ഥിക്കണം. ആ ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആ സ്നേഹം കൊണ്ട് നമുക്ക് നിറയാൻ സാധിക്കും. ഉറക്കെ പ്രാർത്ഥിക്കേണ്ട സ്ഥലങ്ങളിൽ ആ സമൂഹത്തിൻ്റെ മുമ്പിൽ നിനക്ക് കർത്താവിന് കൊടുക്കാവുന്ന മഹത്വമാണ് വാ തുറന്ന് ഉറക്കെ ശബ്ദിക്കുക എന്നുള്ളത്. അവിടെ ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ നീ കർത്താവിനായി വാ തുറന്നാൽ, ഇഫ് യു പ്ലീഡ് ഫോർ ജീസസ്, നീ കർത്താവിനായി നിലകൊണ്ടാൽ കർത്താവ് നിനക്കായി നിലകൊള്ളും. നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കും. നീ കർത്താവിനായി വാ തുറന്നാൽ മാത്രം മതി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ധാരാളം വാതിലുകൾ എൻ്റെ മുമ്പിൽ തുറന്നിട്ടുള്ളൂ. ഞാൻ കർത്താവിനായി വാ തുറന്നിട്ടുള്ളതുകൊണ്ടാണ്. ഒരു കണ്ടീഷനായിട്ട് ഞാൻ പറയുന്നതല്ല, പക്ഷെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ കർത്താവിനായി വാ തുറന്നപ്പോൾ ഒട്ടേറെ വാതിലുകൾ, എൻ്റെ മുമ്പിൽ അടഞ്ഞു കിടന്ന വാതിലുകൾ, ഒട്ടേറെ വാതിലുകൾ തുറന്നിട്ടുണ്ട്. എൻ്റെ മക്കളും അനുഭവിച്ചിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളവരാണ്. അപ്പം ഞാൻ എല്ലാവരോടും പറയും, കർത്താവിനായി വാ തുറന്നാൽ കർത്താവ് നിനക്കായി വാതിൽ തുറക്കും. പക്ഷേ ശബ്ദം കുറച്ച് പ്രാർത്ഥിക്കേണ്ട സമയമുണ്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണം. ശബ്ദമില്ലാതെ നീയും നിൻ്റെ കർത്താവും മാത്രമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയമുണ്ട്. അത് നിൻ്റെ പേഴ്സണൽ പ്രയർ, നിൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന. ആ വ്യക്തിപരമായ പ്രാർത്ഥനയിലാണ് നീയും കർത്താവും മാത്രമായിട്ട് ഇരുന്നു കൊണ്ട് നീ സംഭാഷിക്കുന്നത്, ദൈവത്തോട് സംഭാഷിക്കുന്നത്, ദൈവം നിന്നോട് സംഭാഷിക്കുന്നത്, നീ കേൾക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നീ സമൂഹത്തിലായിരിക്കുമ്പോൾ അവിടെ ശബ്ദം ഉയർത്തിപ്പാടാനാണ് ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം ആവശ്യപ്പെടുന്നതും. അവിടെ നീ ശബ്ദം ഉയർത്താതിരുന്നാൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ പിന്നോട്ട് പോകലാണ്. നീ ദൈവത്തിന് മഹത്വം നൽകാതിരുന്നാൽ നിന്നെ ദൈവം ഇടിച്ചു വീഴ്ത്തും. അത് നമ്മുടെ അപ്പസ്തല പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. എന്തുകൊണ്ട് അവർ ഇടിച്ചു വീഴ്ത്തി? ഒരേ ഒരു മറുപടി പറയുന്നുള്ളൂ, അവർ ദൈവത്തിന് മഹത്വം നൽകിയില്ല. അതിനാൽ കർത്താവിൻ്റെ ദൂതനെ അവരെ ഇടിച്ചു വീഴ്ത്തിയതാണ്. അത് ദൈവം ശിക്ഷിക്കുന്ന ദൈവമായിട്ടല്ല. കാരണം മഹത്വം അവനവൻ ഏറ്റുവാങ്ങാൻ ശ്രമിച്ചപ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നപ്പോൾ സംഭവിക്കുന്ന ദുരന്തത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ സംഭവത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. പിന്നെ ഈ ശരണപ്പെടൽ കൂടുമ്പോഴാണല്ലോ പ്രാർത്ഥനയുടെ ആഴവും കൂടുന്നത് അല്ലേ? ശരണപ്പെടുന്ന കൂടുമ്പോൾ നമുക്ക് പ്രാർത്ഥന വളരെ അനായാസകരമാണ്. ഒരു ബുദ്ധിമുട്ടില്ല, പ്രാർത്ഥനയ്ക്ക് ഒരു സ്ട്രെയിൻ ഇല്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രാർത്ഥിക്കാം, എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞില്ല, ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒരു ബുദ്ധിമുട്ടില്ല. ഇറ്റ്സ് സോ സിമ്പിൾ. കർത്താവിൽ അങ്ങോട്ട് ആശ്രയിക്കുക. എല്ലാവരും പറയുന്നത് ഭയങ്കര ടഫാണ്. ഭയങ്കര ടഫാണ്. യാതൊരു ടഫുമില്ല. യേശു ക്രിസ്തു എന്ന് പറയുന്നത് നിന്റെ നാഥനും കർത്താവും സൃഷ്ടാവും രക്ഷകനും സർവസ്വവുമായി ഏറ്റുപറഞ്ഞ് ശരണപ്പെടുക. ആ യേശു ക്രിസ്തുവിനോട് സംഭാഷിക്കുക. ആ യേശുവിൻ്റെ ഹിതം അനുസരിച്ച് നീ ജീവിക്കുക. നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ യേശു ക്രിസ്തു നിന്റെ സന്തോഷങ്ങളിൽ ഇടങ്കാലിടുന്നവനോ തടയുന്നവനോ നിന്റെ അഭിവൃദ്ധി കാക്ഷിക്കാത്തവനല്ല. നിന്റെ ശ്രേയസ് കാക്ഷിക്കുകയും നിന്റെ സന്തോഷങ്ങളെ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ഉദ്യമങ്ങളെ ആസ്വദിക്കുകയും പ്രവൃത്തികൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം പ്രവൃത്തികൾ നിയന്ത്രിച്ച് ഉദ്യമങ്ങൾ ആസ്വദിച്ച് സങ്കടങ്ങളിൽ ആശ്വാസം നൽകി സന്തോഷങ്ങൾ വിശദീകരിക്കുന്ന ഒരു ദൈവം കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഇതാണ് പ്രാർത്ഥന. വളരെ ലളിതമാണ് ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നുള്ളത്. കാരണം ആ സ്നേഹത്തിന് സന്തോഷവും ആ സ്നേഹം നൽകുന്ന ആ ഉറപ്പും ആ സ്നേഹം നൽകുന്ന, ഞാൻ പറഞ്ഞില്ല 3 വാക്കുകൾ: കാവല്, ഒന്ന് കോട്ട, ഒന്ന് കൂട്ട്. വളരെ എളുപ്പം. കാവലും കൂട്ടും കോട്ടയുമായിട്ട് ദൈവം കൂടെ ഉണ്ട്. ഞാൻ ആരെ പേടിക്കണം? വളരെ ലളിതമാണ്. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ശരണം വയ്ക്കുക, വിട്ടുകൊടുക്കുക. ഈ ഉറച്ച ശരണം അല്ലേ? ഏഴാമത്തെ ഉറച്ച ശരണത്തിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള 3 വാക്കുകളാണ് സാറ് പറഞ്ഞത്: കാവൽ, കൂട്ട്, കോട്ട. പ്രിയമുള്ളവരെ, സാറിലൂടെ നമ്മൾ കേൾക്കുകയായിരുന്നു, നീ ദൈവത്തിന് വേണ്ടി വാ തുറന്നാൽ
ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കും. നമുക്കത് ഹൃദയപൂർവ്വം സ്വീകരിക്കാം. സാറേ, ഒത്തിരി നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് നിരന്തരം